അത് വേറൊരു സ്കൂൾ ഓഫ് ഫിലിം മേക്കിങ്ങും ഈ പറഞ്ഞ പോലെ എക്സ്ട്രീംലി സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള, അതായത് ഈച്ച് ആക്ടർ ഹാസ് ടു ലുക്ക് ലൈക്ക് ദാറ്റ് യുനോ, അങ്ങനെയായിരുന്നു ആ സിനിമ. കാരണം ഇറ്റ് വാസ് എ സ്റ്റൈലിഷ് ഫിലിം ഓൾ ടുഗെദർ, പ്ലസ് എവറിത്തിങ് യു സീ ഇൻ ദ ഫിലിം ഹാസ് ടു ബി സ്റ്റൈലിഷ്. അമൽ അങ്ങനെയാണല്ലോ, അമലിന്റെ സിനിമകളെല്ലാം ഇപ്പൊ ബിഗ് ബി എടുത്താലും നമുക്ക് ആ സ്റ്റൈല് ഭയങ്കര അപ് ടു ഡേറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഈവൻ ഇതാണെങ്കിലും പിന്നീട് വന്ന സിനിമകളാണെങ്കിലും ഒക്കെ. സോ ആ രീതിയിൽ എനിക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ബട്ട് അഗെയിൻ അതിലൊരു ഡിഫറെൻ്റ് ഒരു പെർഫോമൻസ് ഡയമെൻഷനേക്കാളും ഗീവർ ഈ പറഞ്ഞ സ്റ്റൈലൊക്കെ ഉണ്ടെങ്കിലും ഗീവർ ആളൊരു ആ ഒരു രീതിയിലാണ് അതിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഭയങ്കര മെമ്മറബിൾ കുറേ ഇൻസിഡൻസും ഒക്കെ ഉണ്ടായിരുന്നൊരു സിനിമയാണ്. അതും ഈ പറഞ്ഞ പോലെ ഞാൻ, റഹ്മാനിക്ക, പിന്നെ വിനായകൻ, ആസിഫ്, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് മൂന്നാറും പിന്നെ ഓൺ ദ റോഡും അങ്ങനെ എറണാകുളത്തും ഒക്കെ ഒരുപാട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. ഐ ലവ് ടു വർക്ക് വിത്ത് മെഗൻ കേട്ടോ. അമലിനോട് ഇനിയൊരു സിനിമ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂവിൽ അമലിനോട്, ഐ മീൻ അമൽ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ